ഹലോ, ചെറിയൊരു പിക്നിക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു കലാശക്കൊട്ടയൊക്കെ കാണുന്നത്. അപ്പം നേരെ നമ്മൾ പോകുന്നത് ആനക്കോട്ട, ഗുരുവായൂർ അടുത്തുള്ള ആനക്കോട്ടയിലോട്ടാണ് പോണത്. ഫോൺ മറന്നു വെച്ച് എൻ്റെ ഒരു ചിരിയാണ് ആ കണ്ടത്. നേരെ കയറി ചെല്ലുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. കാരണം ആ മരത്തിൻ്റെ ഒരു തണുപ്പും അതിൻ്റെ ഒരു പച്ചപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള ആനകളെ കണ്ടിട്ടാണ്. കുറച്ച് ആന വയ്യാതെ കിടക്കുന്നുണ്ട്, കാലിന് സുഖം കിടക്കുന്നുണ്ട്. പക്ഷേ ഇവൻ ഭയങ്കര കുറുമ്പനാണ്. ഫുള്ള് ഡാൻസ് കളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്തൊരു കുറുമ്പനാണ്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല മതപ്പാടുള്ള ആനയാണെന്ന്. ഇത് അതിനേലും വലിയ ഡാൻസുകാരനാണ്. ഒക്കെ ഡാൻസ് നന്നായിട്ട് പഠിച്ചിരിക്കണേണെന്ന് അറിയില്ല. ഡിനി അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് ഡാൻസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ്. പിള്ളേർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള ആനകൾ ഇവിടെ ഉണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. കാരണം ആനയുടേതായ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ടൊരു ഷേപ്പ് കണ്ടേക്കുന്നത് രണ്ട് ആനയാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് മടത്തപ്പാടുള്ള ഒരു ആനയാണ് കേട്ടോ. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് കണ്ടില്ലായിരുന്നു. കാണാതെ അതിൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതെ, ഇത് ഒരു എന്താ പറയുക, ഒറ്റ കൊമ്പൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ആനയാണ്. ഇത് ഫുള്ള് കുറുമ്പത്തരോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പട്ട മുഴുവൻ അതിൻ്റെ മേത്തോട്ടൊക്കെ ഇട്ട് ഫുള്ള് കുറുമ്പത്തര കണ്ടു നിൽക്കാനായിട്ടൊരു രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു ചുറ്റുപാട് അന്തരീക്ഷം ഭയങ്കര ഒരു തണുപ്പും എന്താ പറയുക, ഒരു നല്ല ശുദ്ധവായുവൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അത്രയും ഒരു നല്ലൊരു സ്ഥലമാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു പോകണം, കാണേണ്ടതാണെന്നൊക്കെ. പക്ഷേ ഇപ്പോഴാണ് ഇവിടെ വരാനൊരു സാഹചര്യം ഉണ്ടായത്. ഈ ആന എല്ലായിടത്തും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആനയുടെ പേരും അതിൻ്റെ മതപ്പാടുകളിരിക്കണം, അതിൻ്റെ അടുത്തോട്ട് പോകരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമൊന്നും അത് വായിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആനകൾക്ക് ഒരു എന്താ പറയണ, അതിൻ്റെ കൊമ്പ കാണാനൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല, കാരണം വാക്കുകളെല്ലാം പകുതിക്ക് വെച്ച് വിഴുങ്ങി പോവുകയാണ്. പിന്നെ ഞാൻ അടുത്ത് പോയി നിന്നിരുന്നു വെച്ചാൽ, അപ്പോൾ പെട്ടെന്ന് വെച്ചെടുത്തപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പാപ്പാൻ അതിൻ്റെ പുറകിൽ നിൽക്കണ്ടായിരുന്നു. പാപ്പാൻ എന്തോ സംസാരിക്കണോണ്ട് അത് തിരിച്ച് മറുപടി പറയണതാണ്, അതുകൊണ്ടാണ് അത് വെച്ചെടുത്തത്. അത് കേട്ടപ്പോൾ ഡിനി ഓടി വന്ന് എൻ്റെ ഒപ്പം നിന്നായിരുന്നു. പിന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. മുമ്പ് ആനയുടെ മുമ്പിൽ പോകാനായിട്ട് ഭയങ്കര ഒരു പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ഒരു വലിയ ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ മരം, ഇതിൻ്റെ ചുറ്റുവട്ടം ഈ മരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതെന്താണെന്ന് എനിക്കറിയില്ല, എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചൊരു സംഭവം ഇതായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് കുറച്ച് നിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.